അങ്ങനെ ഒരു ദിവസം കൂടി കഴിഞ്ഞു കിട്ടി. ആശ്വാസം. അങ്ങനെ പറയരുത് വിന്നി. എന്തേ പറഞ്ഞാൽ ഓരോ ദിവസവും അവിടുന്നിന്റെ ദാനമാണ്. ആയതിനാൽ അയ്യോ വേണ്ടായേ, ഉപദേശം വേണ്ടായേ, എനിക്ക് ഈ ദിവസം തീരണ്ടേ. അവളുടെ ഒരു വിന്നി. ഞാൻ അന്നെ നിർത്തിക്കേ. എന്നെ ആരും ഉപദേശിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ആരെയും ഉപദേശിക്കാൻ വരുന്നില്ലല്ലോ. പിന്നെ എന്താ? ഓ ശരി ശരി, വിന്നി പിണങ്ങണ്ട. ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. അങ്ങനെ വഴിക്ക് വാ. ഇന്ന് സ്കൂളിൽ നിന്നും കിട്ടിയത് ഏതായാലും വളരെ ഉപകാരമുള്ളത് തന്നെ അല്ലേ വിന്നി? നിനക്കും തല്ല് കിട്ടിയോ? അപ്പം അതല്ല വിന്നി, സ്പ്രേയേ, തീയണയ്ക്കാനുള്ള സ്പ്രേയേ. ഓ അതോ? അതൊക്കെ വെറുതെ മനുഷ്യനെ പറ്റിക്കാനുള്ള സ്കൂളുകാരുടെ ഒരു ട്രിക്കല്ലേ. ഈ സ്പ്രേ കത്തിപ്പോയ എന്തു ചെയ്യും? എന്തിനാ വിന്നി ഇങ്ങനെ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്നത്? നമ്മളെപ്പോഴും എടി നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത് ഉപദേശം നിർത്താൻ. എന്റെ കർത്താവേ, ഇവൾക്ക് എന്നെ മാത്രമേ ഉള്ളൂ ഉപദേശിക്കാൻ കിട്ടുന്നത്. വിന്നി അങ്ങനെ പറഞ്ഞതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അല്ല നിന്നിക്ക് ഇന്നും തല്ലി കിട്ടിയോ? ആ ടീച്ചർക്ക് എന്നോട് എന്തോ അസൂയുണ്ട്. എന്താ കാരണമെന്ന് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ലെന്നേ. അന്നയ്ക്ക് വല്ല ഐഡിയ ഉണ്ടോ? എന്നാൽ ശരി വിന്നി, നാളെ കാണാം. നാളെയും ക്ലാസ് ഉണ്ടോ? പിന്നല്ലാതെ. എന്നാ ശരി, നാളെ കാണാം. സ്പ്രേ എങ്കിൽ സ്പ്രേ. ഡേവിഡിന് ഇതൊക്കെ മേടിക്കാൻ കാശ് എവിടുന്നാ ഞാൻ ആലോചിക്കുന്നത്. സ്പ്രേ കട്ടെടുത്തത് അവൻ ഇഷ്ടപ്പെടുമോ എന്തോ. അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ സ്പ്രേ? മുതലാളിയെ, മുതലാളിയെ ഒന്ന് നിന്നേ. കർത്താവേ, പെട്ടോ? ഒന്ന് നിന്നേ മുതലാളി. നീ കടയിൽ പോയില്ലായിരുന്നോ? കടയിൽ കടം തീർത്തിട്ട് കടയിൽ വന്നാ മതിയെന്ന് കടക്കാരൻ പറഞ്ഞു. നമ്മളല്ലേ കടക്കാരൻ, പുള്ളി എങ്ങനെ കടക്കാരനാകുന്നത്? അതെ അതെ, അത് വല്ലാത്തൊരു സംശയം തന്നെയാണ്. ഇവൻ കലിപ്പിലാണല്ലോ. മുതലാളി എന്തിനാ എന്റെ മുറിയിൽ നിന്ന് സ്പ്രേ എടുത്തോണ്ട് പോന്നത്? കർത്താവേ, ഇത് മെഴുകുതിരി അല്ലായിരുന്നു അപ്പോ? അതെ അതെ, മെഴുകുതിരി അല്ലെന്നാ തോന്നുന്നത്. അയ്യോ ശരിയാണല്ലോ, ഇത് മെഴുകുതിരി അല്ല. ഏതായാലും കൊള്ളാം. ചേടാ, എന്നാലും ഞാൻ ഇതെങ്ങനെ? ഇത് എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്നു. ഓരോരോ നിർമ്മാണ വൈകല്യങ്ങളെ. ഇത് നിർമ്മാണ വൈകല്യമൊന്നുമല്ല, ഒരു തരം സ്വഭാവ വൈകല്യമാ. അതിങ്ങ് തന്നെ. ആകെ നാണക്കേടായല്ലോ. ഇവനിനി ആരോടെങ്കിലും ചെന്ന് പറയുവോ? അവനങ്ങനെ പറഞ്ഞു നടക്കത്തൊന്നുമില്ല. കുറച്ച് സ്പ്രേ അവിടെ വെച്ച് അടിച്ചാൽ മതിയായിരുന്നു. തീ കെടുത്തുവാനുള്ള ഈ സ്പ്രേ കിട്ടുമ്പോ സെലിയമ്മയ്ക്ക് വലിയ സന്തോഷാവും. കഴിഞ്ഞ ദിവസം അടുപ്പിൽ നിന്നും തീ സാരിയെ പിടിച്ചപ്പോ പാവം സെലിയമ്മ എന്തുമാത്രം ഭയപ്പെട്ടു. ഇത് തീർച്ചയായും സെലിയമ്മയ്ക്ക് സന്തോഷാവും. ഒന്ന് വേഗമായമി. സാരമില്ല ആമി, അന്ന സ്കൂൾ വിട്ട് വരാനുള്ള സമയം ആകുന്നതേ ഉള്ളൂ. ആണോ? പിന്നല്ലാതെ. ഇപ്പഴാ വലിയ വളവ് കഴിഞ്ഞേ കാണുള്ളൂ. പാവം ബോബിലി.
എന്തേ നിങ്ങൾ വല്ലാതിരിക്കുന്നത്? അന്നെ നമ്മുടെ ബോബിലിയുടെ കൂടിന് തീ പിടിച്ചു. എന്റെ കർത്താവേ! എന്നിട്ട് ബോബിലിക്ക് അപകടം ഒന്നുമില്ല, ചെറുതായൊന്ന് പൊള്ളി. എന്നിട്ടോ കൂടുപോയ നഷ്ടത്തില് ബോബിലി ഭയങ്കര കരച്ചിലാ. കർത്താവേ, എന്നാ വേഗം വാ, നമുക്ക് ബോബിലിയുടെ അടുത്തേക്ക് പോകാം. അന്നെ ഈ ബാഗ് അങ്ങോട്ട് കൊണ്ടുപോകണോ? അതെന്താ? അത് ബോബിലി എപ്പോഴും പറയുമായിരുന്നു ബോബിലിയുടെ കൂടിനും അന്നയുടെ ബാഗിനും ഒരേ നിറമാണെന്ന്. ശരിയാ, അപ്പൊ ഈ ബാഗുമായി ചെന്നാ പിന്നെയും വിഷമാകും. അയ്യോ, ആണോ? അപ്പൊ പിന്നെ എന്താ ചെയ്യുക? ബാഗ് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി വെക്കാം അന്നെ. ശരി ശരി, എന്നാൽ വേഗം വാ, പോകാം. അയ്യോ, മറന്നു. അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് എവിടം വരെ പഠിക്കണമെന്ന് അന്നയോട് ചോദിക്കാൻ മറന്നല്ലോ. അവൾ അങ്ങ് പോയി കാണുമോ ആവോ? അല്ല, ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും ഒന്ന് ചോദിച്ചേക്കാം. ഇതെന്താ ബാഗ് മാത്രം? അവളിതെവിടെ പോയി? എന്റെ കൂട്ടും കൂടി അവൾക്കും ഇതൊന്നും വലിയ താല്പര്യം ഇല്ലാതായോ? ഒന്ന് വിളിച്ചു നോക്കാം. അന്നേ, അന്നേ, നീ ഇതെവിടെയാ? ചേടാ, ഇവളെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇനി വല്ല പുലിയും പിടിച്ചോണ്ട് പോയോ? ഇത് തന്നെ അവസരം. പിന്നെ ഉണരുക, നിന്നിലെ തിന്മയെ ഉണർത്തുക. അന്നെയും കുടുംബത്തെയും തകർക്കാനായി നിന്റെ മനസ്സിനെ ഉണർത്തുക. ഈ ബാഗ് എടുത്തോണ്ട് പോയി നശിപ്പിച്ച അവൾ അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് എന്ത് പഠിക്കുമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. മിടുക്കി, അവൾ എന്റെ പാതയിൽ പ്രവേശിച്ചിരിക്കുന്നു. അല്ല, ബാഗ് നശിപ്പിച്ച് കളഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഉറക്കത്തീന്ന് വിളിച്ചു ചോദിച്ചാ പോലും അവൾക്ക് എല്ലാം കാണാപ്പാടാണ്. അപ്പോ ബാഗ് നശിപ്പിച്ചിട്ട് കാര്യമില്ല. പിന്നെന്താ ചെയ്യാം? ബാഗിന്റെ അകത്ത് വേറെ എന്താ ഉള്ളതെന്ന് നോക്കാം. ആ, തീ കെടുത്താനുള്ള സ്പ്രേ. അത് വെച്ച് എന്തെങ്കിലും പദ്ധതി പ്ലാൻ ചെയ്താലോ? വരട്ടെ, ഏതായാലും വീട്ടിലേക്ക് ചെന്നിട്ട് ആലോചിക്കാം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ബോബിലി കേട്ടല്ലോ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ശരി അന്നെ, പക്ഷേ എന്റെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ ആ കൂട്ടിലുണ്ടായിരുന്നു. അതിന് ഇപ്പോഴും അധികം വളർന്നിട്ടൊന്നും ഇല്ലല്ലോ. എമി, അത് സാരമില്ല. എന്റെ അപ്പച്ചനെ കൊണ്ട് നല്ലൊരെണ്ണം വരപ്പിച്ചിട്ട് ഞാൻ കൊണ്ടുതരാം, പോരെ? ആണോ? എന്നാൽ അത് മതി. ദേ, ഞാൻ ഹാപ്പി ആയിട്ടോ. എന്നാ ശരി, കാണാം. ഈ വിന്നിയോടാ കളി. ഇതിനകത്ത് പെട്രോൾ ആണെന്ന് അവൾ ഈ ജന്മത്തിൽ മനസ്സിലാക്കില്ല. തീ കെടുത്താൻ വേണ്ടി ഇത് അടിക്കുമ്പോ പിന്നെയും പിന്നെയും ആളിക്കത്തി. എത്ര മനോഹരായിരിക്കും ആ കാഴ്ച. അങ്ങനെ അവളുടെ അഹങ്കാരം കുറച്ചൊന്നു കുറയും. അതെന്താ മോളെ? കർത്താവേ, ഡാഡി. സ്പ്രേ ആണോ? ഇത് അന്നയുടേതാ ഡാഡി. അന്നയുടേതോ? അതെ, അവൾ ബാഗും സ്പ്രേയും എന്നെ പിടിക്കാൻ ഏൽപ്പിച്ചതാ. ഞാൻ ഇതൊന്ന് കൊണ്ടു കൊടുത്തിട്ട് വരാം. ശരി മോളെ.
ഇത്രയും വലിയ മുതലാളിയായി എനിക്കില്ല സ്പ്രേ. അപ്പോഴാ മെഴുകുതിരി കച്ചവടക്കാരനായ യൂസഫിന്റെ മകൾക്ക് ഇത് അനുവദിച്ചുകൂടാ. ഇന്ന് തന്നെ ഞാനത് കട്ടെടുത്തിരിക്കും. കർത്താവേ, എന്റെ ബാഗ്! അയ്യോ, പേടിക്കണ്ട എന്നെ. ബാഗ് ദേ എന്റെ കയ്യിലുണ്ട്. എന്റെ കർത്താവേ, ആശ്വാസായി. ഹോ, ഞാനങ്ങ് ഭയന്നു പോയി. ഞാനിത് വീട്ടിൽ കൊണ്ടുവന്ന് തരാൻ ഇറങ്ങിയതാ എന്നെ. നന്ദി വിന്നി. എന്നാ ശരി അന്നെ, നാളെ കാണാം. ശരി വിന്നി. കർത്താവേ, അന്ന ചതിക്കുഴിയിൽ വീണല്ലോ. ദുർബുദ്ധിയായ വിന്നി കൃത്രിമം കാണിച്ചിരിക്കുന്നു. കരുണാമയനായ കർത്താവേ, പ്രവർത്തിക്കണമേ. അന്നയെ ആപത്തിൽ നിന്നും കരകയറ്റണേ. സർവഗുണസമ്പന്നയായ അന്നയ്ക്കും കുടുംബത്തിനും ഒരു പോറൽ പോലും ഏൽക്കില്ല. ഇപ്രകാരം വഞ്ചന കാട്ടിയ വിന്നി പൊറുക്കാനാവാത്ത പാതകമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ തിന്മയുടെ നിലനിൽപ്പ് എത്രത്തോളം ക്ഷണികമാണെന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് വീക്ഷിക്കാം. സെലിയമ്മേ, ആ ദേ വരുന്നു മോളെ. ഇന്നെന്താ ഇത്രയും താമസിച്ചത്? അത് സെലിയമ്മേ, ഞാൻ വരുന്ന വഴിക്ക് ആഹാ, കുസൃതിയൊക്കെ കുറഞ്ഞ് വിന്നി നല്ല കുട്ടിയായോ? അതെ സെലിയമ്മേ. എന്നാൽ മോള് ദേ ആ ബാഗൊക്കെ ഊരി വെച്ചിട്ട് വാ. സെലിയമ്മ ചായ എടുക്കാം. അയ്യോ, സെലിയമ്മയോടും അപ്പച്ചനോടും സ്പ്രേയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ആ, എന്നാ ഇനി നാളെ ആവട്ടെ. അവർ ഉറങ്ങിക്കാണും. എന്റെ കർത്താവേ, കാത്തോളണേ. എനിക്ക് ഓർത്തിട്ട് തന്നെ ദേഷ്യം വരുന്നു. മുതലാളിയായ എനിക്കില്ല ഒരു സ്പ്രേ. അപ്പോഴാ യൂസഫിന്റെ മകൾക്ക്. ആ, ഏതായാലും ഇന്നതിനൊരു തീരുമാനമാകുമല്ലോ. ഇവരുടെയൊക്കെ ഒരു കാര്യം ഇനിയും മനസ്സിലായിട്ടില്ലേ? ആ കഥകിന്റെ കുറ്റിക്ക് നല്ല ഉറപ്പില്ലെന്ന്. ആ, ഏതായാലും ഉദ്ദേശിച്ച കാര്യം നടന്നു. നാളത്തെ ഫംഗ്ഷന് ഇത് മടിച്ചുകൊണ്ട് ഞാനൊരു നടപ്പുണ്ട്. അല്ലേ വേണ്ട,
അവിടെ ചെന്നിട്ടടിക്കണം. എല്ലാവരും ഒന്ന് കാണട്ടെ. ഈ ആൻഡ്രു മുതലാളി അത്ര ചെറിയ പാർട്ടിയൊന്നുമല്ലെന്ന് എല്ലാവരും അറിയട്ടെ. കർത്താവേ, ആ സ്പ്രേ എന്തിയെ കാണുന്നില്ലല്ലോ. ഏഞ്ചൽ, എന്തു പറ്റിയെന്ന? എന്തെങ്കിലും കാണാതായിട്ടുണ്ടോ? അതെ ഏഞ്ചൽ, സ്കൂളിൽ നിന്നും കിട്ടിയ തീയണയ്ക്കാനുള്ള സ്പ്രേ. അന്ന ഇന്നലെ കാണാത്ത സംഭവങ്ങൾ കാണുവാനായി അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ചോളൂ. ശരി ഏഞ്ചൽ. ഇതാണ് അന്ന സംഭവിച്ചത്. എന്തിനാ ഏഞ്ചൽ ഇവർ എപ്പോഴും ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? അന്ന, പ്രപഞ്ചത്തിൽ ദൈവം കുടികൊള്ളുന്നത് പോലെ തന്നെ സാത്താന്റെ വാസവുമുണ്ട്. അതായത് നന്മയുണ്ടെങ്കിൽ തിന്മയുമുണ്ട്. ഇപ്പോൾ നടന്നത് നന്മയും തിന്മയും തമ്മിലുള്ള മത്സരമാണ്, തന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായി. എന്നാൽ ഈ നാളത്രയും സംഭവിച്ചതുപോലെ തന്നെ അന്തിമ വിജയം നന്മയ്ക്കായിരിക്കും. നമുക്ക് തുടർന്നും കാണാമന്ന. അന്നയ്ക്ക് ഒരു ശുഭദിനം കൂടി ആശംസിക്കുന്നു. താങ്ക് യു ഏഞ്ചൽ. യൂസഫ്, യൂസഫ്, എന്താ ഡേവിഡേ ഈ നേരത്ത്? എന്താ വല്ലാതിരിക്കുന്നത്? അത് യൂസഫേ, മുതലാളിക്ക് പൊള്ളലേറ്റ് കിടക്കുവാ. ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. എന്റെ കർത്താവേ, അതെന്തു പറ്റി? കൂട്ടുകാരുടെ കൂടെ ഏതോ പ്രോഗ്രാമിന് പോയതാ. എന്നെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. എവിടെന്നാന്നറിയത്തില്ല. കൂട്ടുകാരെ കാണിക്കാനായി ഒരു സ്പ്രേയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഫയർ ഡാൻസ് നടന്ന സ്ഥലത്ത് വെച്ച് ഒറ്റയടി. പിന്നെ മുതലാളിയുടെ ഫയർ ഡാൻസ് ആയിരുന്നു. കർത്താവേ, എന്നിട്ടെന്താ, കാര്യം മനസ്സിലാകാത്ത സംഘാടകരെ ഫയർ ഡാൻസിനുള്ള സമ്മാനം മുതലാളിക്ക് കൊടുത്തു. കർത്താവേ, കാത്തോളണേ. വരൂ ഡേവിഡേ, മുതലാളിയെ എനിക്കിപ്പോൾ തന്നെ കാണണം. എത്ര ഉപദ്രവിക്കപ്പെട്ടിട്ടും മുതലാളിക്കൊരു ആപത്തുണ്ടായിന്ന് കേട്ടപ്പോ ഈ രാത്രി തന്നെ പോകാൻ കാണിച്ച ആ മനസ്സിന്റെ നന്മയാണ് ഈ കുടുംബത്തിന്റെ ആണിക്കല്ല്. എന്റെ കർത്താവേ, നന്മയുടെ ഈ നാളങ്ങൾ കെടാതെ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെന്നും കാണണമേ.